ധർമ്മപ്രമാണം. ധർമ്മപ്രമാണം ഒരിക്കൽ കൂടെ സ്വാഗതം. വാദ്യാർ பொண்ணுக்கோ பிள்ளைக்கோ கல்யாணத்துக்கு முகூர்த்தம் நிச்சயிக்கிறான். வாத்தியார்ட்ட முகூர்த்தம் நிச்சயிக்கிறத 10 மணிக்கு மேலே பார்க்க சொல்கிறான். என்னது முகூர்த்தம். പക്ഷേ இது சொல்கிறது சரிதானா? இப்படி സാർ എന്താ കല്യാണ ലഗ്നത്തെ പറ്റി ഇപ്പോൾ ഒരു ട്രെൻഡാക്കും. ഇപ്പോൾ വാദ്യാർട്ട പോനാലും ശരി, ഇല്ല ജ്യോത്സ്യം കിട്ട പോനാലും ശരി, ആദ്യം പോന ഉടനെ ഒരു മുഹൂർത്തം കല്യാണത്തിൽ പാക്കണം ചൊല്ലുക. പാക്കറത്തെ ഉടനെ പൊണ്ണൂടെ അപ്പാവാക്കും സാധാരണ എന്താ വിവാഹത്തേക്ക് മുഹൂർത്തം പാക്കണം. ചിലയിടത്തിൽ പിള്ളേ വിവാഹത്തേക്ക് അതൊന്നും പാക്കറ ഒരു സൗകര്യത്തേക്ക് വേണ്ടി. അപ്പോൾ പോகிற സമയത്തിൽ ചൊല്ലാൻ 10 മണിക്ക് മേലെ മുഹൂർത്തം ലഗ്നം വരണ മാതിരി കൊടുക്കൂട്ടുള്ളൂ. മുഹൂർത്തം അതായത് 10 മണിക്ക് മേലെ മുഹൂർത്തം വരമാതിരി താങ്കോ ചൊല്ലുവാൻ. എപ്പോഴുമേ தெரிஞ்சுക്കോ, ഒരു കാലം നമ്മൾ ഒരു മുഹൂർത്തം വെക്കുന്ന സമയത്തിൽ ലഗ്നം പിടുത്താൻ 10 മണിക്ക് മേലെ വരണം, അല്ല 11 മണിക്ക് മേലെ വരണം ചൊല്ലവേ പാങ്കില്ലേ. അത് തെറ്റാന കാര്യമാകും. വിവാഹത്തേക്ക് സീമന്തത്തേക്കൊന്നും ഒരു കാലം ആവുന്നതും എന്താ ലഗ്നം വെക്കുന്നത് 10 മണിക്ക് മേലെ പാരുങ്കോ സൗകര്യം പോലെ എന്ന് അപ്പടി ചൊല്ലാകുങ്കോ ദയവ് ചെയ്ത്. അത് കുഴന്തകളോട് ഭാവിയെ ബാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ലേ. അപ്പം നിങ്ങൾ നല്ല മുഹൂർത്തமாக பார்க்கறது. ആദ്യം മുഹൂർത്തങ്ങൾ വെച്ച് താങ്കോ ചൊല്ലുന്നത്. അതും വിവരമുള്ള ജോത്സ്യൻட்ட പോങ്കോ. ആരോ കുറയാ പഠിച്ച അവൻ ഇപ്പോൾ ഒരു കല്യാണം നടന്നത് ഒരു എറണാകുളത്തിൽ. அந்த കല്യാണത്തിൽ ഇവൻ ജോത്സ്യനെ പോയി പാത്തിരിക്കാൻ. ജോത്സ്യൻ അവനുക്ക് യമകണ്ഠ കാലത്തിൽ, അതായത് തിങ്കക്കിഴമ 10 മണിയിലേന്ന് 11:30 മണിക്കുള്ള മുഹൂർത്തത്തെ കൊടുത്തിരിക്കാൻ. ആലോചിച്ച് വരുമ്പോൾ യമകണ്ഠ കാലത്തിൽ ധർമ്മശാസ്ത്ര പ്രകാരം യമകണ്ഠ കാലത്തിലെ இந்த വിവാഹം, അതായത് രാഹുകാലം യമകണ്ഠം ബ്രാഹ്മണ കല്യാണത്തിലെ വർജ്യെന്ന് പ്രത്യേകമായി ചൊല്ലുറേൻ. അത് മനസ്സിലാക്കി இந்த പണിക്കരട്ട് പോയി അവൻ യമകണ്ഠ കാലത്തിൽ മുഹൂർത്തം വെച്ചിരിക്കാൻ. എന്നിട്ട് അവൻ്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ അവൻ ഉടനെ വാദ്യാരാക്കും പാലക്കാട്ടിലെ ഒരു വാദ്യാരാക്കും അണ്ണാ തമ്പികളായിട്ടിരിക്കുക. அந்த അണ്ണാവാക്കും அந்த വാദ്യാരാക്കും വെച്ച് എന്താന്ന് അവൻ ഉടനെ മാറ്റി വിട്ടായി. അപ്പോൾ ഇപ്പടിയെല്ലാം നിറയെ എന്നല്ലുവാ കാര്യങ്ങൾ നടക്കുന്നത്. അര കുറയാല്ലോ ജോത്സ്യന്മാരിട്ടൊന്ന് ദയവ് ചെയ്ത് പോകാമെങ്കോ. നല്ല പഠിച്ച ജോത്സ്യം കിട്ടിയത് മുഹൂർത്തം വാങ്ങോ. ബ്രാഹ്മണ പദ്ധതി ഞാൻ പ്രത്യേകം ചൊല്ലുറേൻ. ബ്രാഹ്മണ ആൾക്ക് ഒരു പദ്ധതി വേറെ, മറ്റുള്ള ഉള്ളവാൾക്കെല്ലാം ഒരു പദ്ധതിയും മുഹൂർത്തവും ലഗ്നവും എല്ലാം വേറെയാക്കും. അപ്പോൾ ബ്രാഹ്മണ പദ്ധതി പ്രകാരം ലഗ്നം അവനക്ക് വെക്ക തെരിയുമാനാ മാത്രം അന്ത ജോത്സ്യം കിട്ട പോങ്കോ. ഇല്ലാട്ടെ നിങ്ങൾ നല്ല ജോത്സ്യനാണ് വാദ്യാരിട്ട് പോങ്കോ, വാദ്യാർ വെച്ച് തരുവാർ, അതൊക്കൊന്നും ഒരു തടസ്സവുമില്ലേ. ஆனால் வைக்கிற சமயத்தில் நல்ல லக்னமாக நல்ல முகூர்த்தமாக வச்சுங்கோ. அந்த இதிலே வச்சுங்கோ. எனக்கு 10 மணிக்கு கிடைக்கணும்னு தயவு செய்து சொல்லாங்கோ. இந்த 10 மணிக்கு கிடைக்கணும்னு சொல்கிறவன் என்னேருமோ, அவனோட உத்தேசம் என்னேருமோ, അവൻ വിചാരിക്കുന്നത് തന്നെ കഴിഞ്ഞാൽ കാർത്താല മൂക്ക് മുട്ട ടിഫൻ എല്ലാം ചാപ്പിടത്. അത് കഴിഞ്ഞാൽ 10 മണിക്ക് പോയി ഉക്കാന്ന് കഴിഞ്ഞാൽ 11 മണി 10 മണിക്ക് മുഹൂർത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 പോയി സുഖമാ ചാപ്പിടലാം. ഇതാകും അത് ബ്രാഹ്മണ കല്യാണത്തിൽ അപ്പടി നനയ്ക്കാകുങ്കോ. കാരണം ബ്രാഹ്മണ കല്യാണത്തെ പുറത്ത് വരയ്ക്കും. അത് മുഹൂർത്തം കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ പാണിഗ്രഹണം തുടർന്ന് കാര്യങ്ങൾ ഒരുപാടുണ്ട്, 2 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങ് നടന്നിരിക്കും. ചാപ്പിടപ്പെട്ടവൻ നിങ്ങൾ കാർത്താല 6 മണിക്ക് ചാപ്പാട് പോട്ടാനും ചാപ്പിട്ടാൻ പോവാൻ, മനസ്സിലാച്ചാ. അപ്പോൾ അത് നനച്ചിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ലഗ്നത്തെ വെക്കാകുമ്പോൾ അതെല്ലാം തെറ്റാന കാര്യമാക്കും. ഒരു കാലം നമ്മൾ ലഗ്നം വെക്കുന്ന സമയത്തിൽ ആദ്യം മുഹൂർത്തത്തെ പാരുങ്കോ. കംപ്ലീറ്റ് മുഹൂർത്തം വെയുങ്കോ. അന്ത നല്ല മുഹൂർത്തത്തെ പാത്ത് വെയുങ്കോ. അതിൽ എപ്പോൾ ലഗ്നം കിടக்கிறதோ அந்த ലഗ്നത്തിൽ വിവാഹത്തെ നടത്തുമ്പോൾ ചുമ്മാ ലഗ്നത്തെ മുഹൂർത്തത്തെ മാറ്റിൻ്റെ ഇരിക്കാങ്കോ. എനിക്ക് ഇന്നേക്ക് സൗകര്യമില്ലേ, നാളേക്ക് 10 മണിക്ക് കിടக்கிறதோ ഇല്ല, അപ്പടിയും ചെയ്യാതെങ്കോ. കല്യാണത്തിൽ മാത്രം അത് ചെയ്വേ. കല്യാണത്തിലെയും സീമന്തത്തിലെയും പ്രത്യേകിച്ച് അന്തമാരി മുഹൂർത്തങ്ങളും ലഗ്നങ്ങളും മാറ്റവേ ബാങ്കിലെ അത് ശരിயான ശാസ്ത്രവും വിധിയും.